അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിനായി 145 സങ്കീർത്തനം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. 19 തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽവേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന വിഷയം, ദൈവം ആരാണ് എന്ന് പകൽവേളയിൽ നിങ്ങൾക്ക് സ്തോത്രം. നിങ്ങളുടെ മനസ്സിനകത്ത് പല ചിന്തകൾ കാണും, പല ആശയങ്ങൾ കാണും ദൈവത്തെക്കുറിച്ച്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ദൈവം ആരാണ്? ഇവിടെ പറയുന്നു സ്തോത്രം 18 വാക്യം പറയുന്നത്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവമാണ്. സ്തോത്രം. മറ്റുള്ളവർ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ സമീപത്തിലേക്ക് വന്ന് നമ്മെ ഒരു നല്ല ശമരിയക്കാരനായി നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ മുറിവുകളെ കെട്ടുവാനും നമുക്ക് വേണ്ട വീഞ്ഞ് നൽകുവാനും നമ്മെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുവാനും സമീപസ്ഥനായ ദൈവമാണ്. സ്തോത്രം. അത് ഇവിടെ പറയുന്ന ആരാ? യഹോവയെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ, ഈ ദൈവത്തോട് നിങ്ങളൊന്ന് നിലവിളിച്ചാൽ, ഈ ദൈവത്തോട് നിങ്ങളൊന്ന് കരയുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിപ്പാൻ തക്കണം ഇടയാകും. കണ്ണു കാണാത്ത ബർത്തിമായി ആയിരക്കണക്കിന് ആൾക്കാരുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് താൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ ദൂരെ നിന്ന് ശബ്ദം കേട്ടതായ യേശു കർത്താവ് അവിടെ നിന്ന് ബർത്തിമായുടെ അടുത്തേക്ക് കടന്നു വന്ന് സമീപസ്ഥനായി വന്ന് തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്ത ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രശ്നം എത്ര സങ്കീർണമായാലും, എത്ര വേദന നിറഞ്ഞതായാലും നിങ്ങളുടെ അരികിലേക്ക് വന്ന് സമീപസ്ഥനായി നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ കരത്തെ പിടിച്ച് ആശ്വാസം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമീപസ്ഥനായ ദൈവത്തെ നിങ്ങൾ അറിയുവാൻ ശ്രമിക്കുക. രണ്ടാമത് പറയുന്നു, അവൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം ആരാണ്? നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളില്ലേ? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, വ്യക്തിജീവിതത്തെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ആത്മീയ മണ്ഡലങ്ങളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനുഷികമായ നിലയിൽ സാധിച്ചില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ നിരാശകളെ മാറ്റി നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ദൈവം എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽക്കാലം ദൈവം ആരാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം, സമീപസ്ഥനായ ദൈവത്തിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. 2, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ചു നൽകും. ഇത് രണ്ടും പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇന്നത്തെ പകൽക്കാലത്ത് നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.